Thank you, friends, for joining, and thank you for watching. കഴിഞ്ഞ ദിവസം ബൈബിളിന്റെ ആധികാരികതയെ സംബന്ധിച്ച് നമ്മൾ ചെയ്ത ലൈവ് ചുരുക്കം ചിലരിലെങ്കിലും ചില തെറ്റിദ്ധാരണകളെ ഉളവാക്കിയിട്ടുണ്ട്. ബൈബിളിന്റെ ആധികാരികത എന്താണ്? ആധികാരികത അതിന്റെ ഓട്ടോഗ്രാഫ് ഉണ്ടാവുക എന്നുള്ളതാണ്. ബൈബിളിന്റെ കൈയെഴുത്ത് പ്രതികൾ ധാരാളമായി ലഭ്യമാണെങ്കിലും അതെല്ലാം പിൽക്കാല നൂറ്റാണ്ടുകളിൽ നിന്നുള്ളതാണ്. 4-ാം നൂറ്റാണ്ട് മുതൽ ഉള്ള കൈയെഴുത്ത് പ്രതികളാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത്. 9-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കൈയെഴുത്ത് പ്രതികളാണ് ധാരാളമായിട്ടുള്ളത്. ആദ്യത്തെ കൈയെഴുത്തു പ്രതി പുതിയ നിയമത്തിൽ ചേർത്തിട്ടുള്ള 27 പുസ്തകങ്ങളിൽ ഒന്നിന്റെ പോലും യഥാർത്ഥ കൈയെഴുത്തു പ്രതി എന്നല്ല, ആ പുസ്തകം എഴുതപ്പെട്ട സമീപകാലത്തു നിന്നുള്ള ഒരു കൈയെഴുത്ത് പ്രതി പോലും ലഭ്യമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുസ്തകത്തിന്റെ ആധികാരികത എന്താണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയാക്കിയത്. ഈ പുസ്തകത്തിന്റെ ആധികാരികത ആ പുസ്തകത്തിന് സാക്ഷ്യം പറയുന്ന സഭയുടെ വിശ്വാസ്യതയാണ്. ആ സഭയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ച കൽപ്പനകളെയും ഉപദേശങ്ങളെയും മലിനപ്പെടുത്തിയ, മായം കലർത്തിയ ഒരു സഭയാണ് ഇത് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നവർ ആ സഭ ബൈബിളിന് നൽകുന്ന സാക്ഷ്യത്തെ വിശ്വസിക്കാം എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അതുകൊണ്ടാണ് ബൈബിളിന് പാശ്ചാത്യ പ്രൊട്ടസ്റ്റന്റ് വീക്ഷണം അനുസരിച്ച് അവരുടെ തന്നെ വാദമുഖങ്ങളെ മുഖവിലക്കെടുത്താൽ ബൈബിളിന് ആധികാരികത ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ശരിയായി കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തെറ്റിദ്ധാരണ ഉണ്ടായത്. ബൈബിളിനെ ഹാരി പോട്ടർ പുസ്തകമായിട്ട് താരതമ്യം ചെയ്ത് എഴുതി എന്ന് പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളുണ്ടായി. ഹാരി പോട്ടർ ബുക്ക് സീരീസ് വളരെ ലോകത്തെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. ജെ.കെ. റൗളിങ്ങിന്റെ ഹാരി പോട്ടർ. ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഹാരി പോട്ടർ സീരീസിലെ അവസാനത്തെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഈ അമേരിക്കയിലെ ബുക്ക് സ്റ്റാളുകളുടെ ഒക്കെ മുമ്പിൽ തലേ ദിവസം തന്നെ നീണ്ട ക്യൂ രൂപപ്പെട്ടു. ഞാൻ ഓർക്കുന്നുണ്ട്, ബാൺസ് ആൻഡ് നോബിൾ ബുക്ക് സ്റ്റോറുകളുടെ ഒക്കെ പുറത്ത് തലേ ദിവസം രാത്രി തൊട്ട് ആളുകൾ പിരിവിരിച്ചിങ്ങനെ കിടക്കുകയായിരുന്നു ക്യൂ ആയിട്ട്. കാരണം ഓരോ ഔട്ട്ലെറ്റിലും വരുന്ന പുസ്തകങ്ങൾക്ക് നിശ്ചിത എണ്ണം പുസ്തകമാണ് വരുന്നത്. അപ്പൊ അത് ആദ്യം കൈക്കലാക്കാൻ വേണ്ടി ഓരോ ബാൺസ് ആൻഡ് നോബിൾസ് സ്റ്റോറിന്റെയും മുമ്പിൽ വലിയ ക്യൂ ഉണ്ട്. ആദ്യം പുസ്തകം മേടിച്ചവർ പുറത്തിറങ്ങി മേടിച്ചതിന്റെ 4 ഇരട്ടി വിലയ്ക്കൊക്കെ തൽക്ഷണം അവിടെ വിൽക്കുന്ന കാഴ്ചയൊക്കെ കാണാമെന്ന്. അങ്ങനെ വലിയ വലിയ പ്രചാരമുള്ള ഒരു പുസ്തകമാണ് ഹാരി പോട്ടർ. അപ്പൊ അത്രയേറെ ആളുകളെ ത്രസിപ്പിച്ച, അത്രയേറെ മികച്ച വായനാനുഭവം നൽകിയ, അത്രയേറെ ആരാധകരെ നേടിയെടുത്ത ഒരു പുസ്തകം
ലോക ചരിത്രത്തിൽ വിരലിലെണ്ണുന്ന പുസ്തകമാണുള്ളത്. പക്ഷെ ഇനി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഹാരി പോട്ടർ എന്ന് പറയുന്ന പുസ്തകം ഒരു പുസ്തകം മാത്രമായി അവശേഷിക്കും. അതൊരു കഥ മാത്രമായി നിലനിൽക്കും. ലോകത്തിലെ യുക്തിവാദികളും നിരീശ്വരവാദികളും അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു കാര്യം യേശുക്രിസ്തു എന്നത് കേവലം ഒരു മിത്തായിരുന്നു എന്ന് സ്ഥാപിക്കാൻ അവർ എത്ര ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? യേശുക്രിസ്തു ഒരു മിത്തായിരുന്നു. അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്നിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഇന്ന് ഈ വേദികളിൽ മുഴുവൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന വാദമാണ്. അപ്പൊ യേശുക്രിസ്തു ഒരു മിത്തായിരുന്നു എന്നുള്ള വാദത്തെ ബൈബിൾ മാത്രം ഉപയോഗിച്ച് അല്ല എന്ന് സ്ഥാപിക്കുവാൻ പ്രൊട്ടസ്റ്റന്റ് അപ്പോളജിസ്റ്റുകൾക്കൊന്നും സാധിക്കുന്നില്ല. യേശുക്രിസ്തു കേവലം ഒരു സാങ്കല്പിക കഥാപാത്രം ആയിരുന്നു എന്ന് പ്രസംഗിക്കുന്ന വാദിക്കുന്ന യുക്തിചിന്തകർക്ക് പോലും സ്വന്തം മനസാക്ഷിയെ അത് കൺവിൻസ് ചെയ്യിക്കുവാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം ചരിത്രത്തിൽ നിലനിൽക്കുന്ന അപ്പോസ്തോലിക സഭകളുടെ സജീവ സാക്ഷ്യമാണ്. അപ്പോസ്തോലിക സഭകളുടെ പ്രാധാന്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അപ്പോസ്തോലിക സഭകൾ ഹിസ്റ്ററിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ബൈബിളിന് മൂല്യമുണ്ടാകുന്നത്. ഈ സഭയെ കൂടാതെ ഈ പുസ്തകം ഒരു സബ്സ്റ്റാൻഡേർഡ് ബുക്കാണ്. ഒരു ഹാരി പോട്ടർ മൂവിയുടെ അല്ലെ ഹാരി പോട്ടർ ബുക്കിന്റെ ഒന്നും 7 അയൽപക്കത്ത് വരുന്ന ഒരു കഥയുമില്ല. യായിറോസ് എന്ന് പേരുള്ള ഒരുത്തനുണ്ടായിരുന്നെന്നും അവളുടെ മകൾ ചത്തുപോയെന്നും അവളെ ഉയർപ്പിച്ചെന്നുമാണ്. നിങ്ങൾ നോക്ക്, ഹാരി പോട്ടർ വായിച്ചു നോക്കൂ, എത്ര മികച്ച വായനാനുഭവമാണ് അത് നൽകുന്നത്. അപ്പൊ ഈ പുസ്തകത്തെ നെഞ്ചേറ്റി അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സമൂഹം ചരിത്രത്തിലൂടെ സഞ്ചരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ ശ്രവിച്ചതും ഞങ്ങളുടെ വിരലുകളാൽ സ്പർശിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു. It is not just a story. We have seen it. ഞങ്ങൾ കണ്ടു, ചുമ്മാ കണ്ടതല്ല, ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചു. ഇപ്പൊ നമ്മൾ രാത്രിയിലൊക്കെ മായക്കാഴ്ചയാണ്. അവിടെ പിശാചിനെ കണ്ടു, പ്രേതത്തെ കണ്ടു, യക്ഷിയെ കണ്ടു, ഇങ്ങനെ പലരെയും കണ്ടു, ചത്തുപോയ അന്നമ്മയെ കണ്ടു, കെട്ടിത്തൂങ്ങിയ കുഞ്ഞച്ചനെ കണ്ടു, ഇങ്ങനെ പലരും കാണും. പക്ഷേ ഞങ്ങൾ കണ്ടു എന്നല്ല യോഹന്നാസിൽ എഴുതിയിരിക്കുക. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചു, ഞങ്ങൾ ശ്രവിച്ചു, ഞങ്ങൾ വിരലുകളാൽ തൊട്ടു. ജീവന്റെ വചനം. ബൈബിൾ പോലെ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നിലനിൽക്കുന്ന മറ്റു ഗ്രന്ഥങ്ങളുണ്ട്. ഹോമറിന്റെ ഇലിയഡ് ഉണ്ട്, ഒഡീസി, ഗ്രീക്ക് പുരാണങ്ങൾ, ഭാരതീയ പുരാണ ഇതിഹാസങ്ങൾ. അവയല്ല ഇതിഹാസം എന്നാണ് വിളിക്കുന്നത്, പുരാണം എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ബൈബിള് കേവലം ഒരു പുരാണമല്ല, ബൈബിൾ ഒരു ഇതിഹാസമല്ല. ബൈബിളിനെ പുരാണമോ ഇതിഹാസമോ എന്ന വിധത്തിൽ ഗാലറിയിലേക്ക് കയറ്റി വെക്കാതെ സജീവമായിട്ട് ജനപദത്തിന്റെ നടുവിൽ നിലനിർത്തിയിരിക്കുന്നത് ചരിത്രത്തിൽ നിങ്ങൾ കാണുന്ന അപ്പോസ്തോലിക സഭയാണ്. ഈ സഭ ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഇനി ചിന്തിക്കുക. ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു ചർച്ചില്ല. 2000 വർഷം മുമ്പുള്ള ഈ പുസ്തകമുണ്ട്. അതിന്റെ കുറച്ച് മാനുസ്ക്രിപ്റ്റ്സ് ബ്രിട്ടീഷ് ലൈബ്രറിയിലോ അല്ലെങ്കിൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിയത്തിലോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അല്ല, പ്രിന്റിൽ അവൈലബിൾ ആണ്. ഇന്ന് നമുക്ക് ഹോമറിന്റെ ഒഡീസിയോ ഇലിയഡോ ഒക്കെ അവൈലബിൾ ആയിരിക്കുന്ന ബൈബിൾ അവൈലബിൾ ആണ്. ബൈബിൾ
ക്രിസ്ത്യൻസ് ഇല്ല, ഈ ചർച്ചില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോസ്തോലിക സഭകളെ വിമർശിക്കുകയും അതിൽ നിന്ന് വിഘടിച്ചു പോവുകയും ചെയ്തിട്ട് സ്വന്തമായി തട്ടുകടകളെ സൃഷ്ടിച്ച് കച്ചവടം പൊടിപൊടിപ്പിക്കുന്നവരും അവരുടെ അനുയായികളും ചിന്തിക്കുക, എന്ത് ആധികാരികതയാണുള്ളത്? ഈ പുസ്തകത്തിന് എന്ത് ആധികാരികതയുള്ളത്? ഒരാധികാരികതയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ബൈബിളിന് ആധികാരികതയില്ല. നോ അതോറിറ്റി. സഭയ്ക്കാണ് ആധികാരികതയുള്ളത്. സഭ ഉള്ളത് കൊണ്ടാണ് ആ ബൈബിളിന് പ്രസക്തി ഉള്ളത്. സഭ ഉള്ളത് കൊണ്ടാണ് ആ ബൈബിളിന് പ്രത്യേകതയുള്ളത്. സഭ ഉള്ളത് കൊണ്ടാണ് അതിന് മൂല്യമുള്ളത്. അപ്പൊ ബൈബിള് അടിസ്ഥാനത്തിൽ സഭ ഉണ്ടാക്കുകയല്ല, പിന്നെയോ സഭയിൽ രൂപപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. ഇതാണ് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞ. അതിനകത്ത് പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടാണ് ഈ വീണ്ടും ഒരു വിശദീകരണം നൽകുന്നത്. ഇപ്പൊ മഹാഭാരതമുണ്ട് നമുക്ക് ഭാരതത്തിൽ. അപ്പൊ മഹാഭാരതത്തെ ചുറ്റിപ്പറ്റുന്ന, ആ മഹാഭാരതത്തെ നെഞ്ചിൽ ലാളിക്കുന്ന, അല്ലെങ്കിൽ ആ കഥകൾ തലമുറകളിലൂടെ ഓറൽ ട്രഡീഷനിലൂടെ പറയുകയും പിന്നീട് റിട്ടേൺ ട്രഡീഷനിൽ അത് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു ജനവിഭാഗം ഇന്ത്യയിലുണ്ട്. പക്ഷേ അവിടെ ഒരു വിശ്വാസ സമൂഹം അങ്ങനെയില്ല. കൃഷ്ണനിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിന്റെ സെൻട്രൽ ഫിഗർ ആയിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കുക, ബൈബിളില് ഈ ബൈബിളിൽ വന്നിരിക്കുന്ന മറ്റൊരു തെറ്റിദ്ധാരണ എന്താന്ന് ചോദിച്ചാല്, ഈ കൂട്ടായ്മക്കാരും കരിസ്മാറ്റിക്കാരും ചെയ്യുന്ന വചനം, യോഹന്നാൻ 14 അധ്യായം 5 വചനം, ഇവര് പറയും തോമാസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന്. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇത് മുസ്ലിങ്ങളിൽ നിന്ന് പകർത്തിയതാണ്. ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങളാണ് വിശ്വസിക്കുന്നത് അവരുടെ ഖുറാൻ ദൈവവചനമാണ്, ദൈവത്തിന്റെ, അവരുടെ അള്ളാഹുവിന്റെ അരുളപ്പാടാണ്, ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ ഇപ്പൊ ക്രിസ്ത്യാനികൾ ഞാൻ പറയുന്നത് ഈ കരിസ്മാറ്റിക്കാരും പെന്തക്കോസ്ത് കൂട്ടായ്മക്കാരും ആണ് ആ ഒരു സംഗതി വിശ്വസിക്കുന്നത്. ഇതെല്ലാം ദൈവവചനമാണെന്നും അതുകൊണ്ട് ഓരോന്നിനും വചനം 27 അധ്യായം 14 വചനം എന്നൊക്കെ പറഞ്ഞ് ഈ വായിക്കും. പണ്ടൊക്കെ പെന്തക്കോസ്തുകാർ വാക്യമെന്നാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അവർ വചനം എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ നോക്കുക, 1 കൊരിന്ത്യർ 7 അധ്യായം 1 വാക്യം, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. എങ്കിലും നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ, പൗലോസ് ശ്ലീഹായുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ പറയുന്നത്. ഇതാണോ ദൈവവചനം? നിങ്ങൾ ആദ്യം നിങ്ങളുടെ സാമാന്യ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക. പൗലോസ് ശ്ലീഹ ഒരു വെളിപ്പാടിൽ പറഞ്ഞതോ ദൈവാത്മാവിന്റെ നിർദ്ദേശത്തിൽ പറഞ്ഞല്ലോ. അദ്ദേഹം പറയണം എന്റെ അഭിപ്രായം എന്തെന്നാൽ. അപ്പൊ ഇത് ദൈവം നേരിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല. നിങ്ങളത് മനസ്സിരുത്തി വായിച്ചു നോക്കുക, അങ്ങനെയാണോ അല്ലയോ എന്ന്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. കുടുംബമായിട്ട് ഇരുന്ന് വായിക്കാൻ പോലും പറ്റാത്ത ഭാഗങ്ങൾ വരെ ബൈബിളിലുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കാൻ അങ്ങനെയുണ്ട്. അപ്പൊ നിങ്ങളിത് ശ്രദ്ധിച്ചു നോക്കുക. മുസ്ലിങ്ങൾ ഖുറാനെ കാണുന്നത് പോലെ കാണാനുള്ള ഒരു പുസ്തകമല്ല ബൈബിൾ. ഈ ബൈബിളിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം വന്നിട്ടുണ്ടെങ്കിൽ അത് സഭയുടെ ചരിത്രത്തിലെ സജീവ സാന്നിധ്യ നിമിത്തം ഉണ്ടായിട്ടുള്ളതാണ്. 2000 വർഷമായിട്ട് സഭ നിലനിൽക്കുന്നു. ബൈബിൾ ഉണ്ടായതുകൊണ്ടല്ല ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. ബൈബിൾ ഉണ്ടായതുകൊണ്ടല്ല ക്രിസ്തു ഉയർത്തെന്ന് സഭ വിശ്വസിക്കുന്നത്. ബൈബിൾ വായിച്ചിട്ടല്ല യേശു ക്രിസ്തു ഉയർത്തു എന്ന് സഭ വിശ്വസിക്കുന്നത്. അത് റീസെന്റ് ചില ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. ഈ പുസ്തകത്തിന് എന്താണ്, ഒരു പുസ്തകം മേടിച്ച് ഒരു മണ്ടത്തരം വിശ്വസിക്കുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിന് എന്ത് ആധികാരികതയാണുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കണം.
ഇപ്പൊ ഹൈന്ദവരായ ചില ആളുകള് ഈ അടുത്ത കാലത്ത് പെന്തക്കോസിൽ ചേർന്ന് പണം സമ്പാദിക്കാൻ വേണ്ടി, ഹിന്ദുക്കള് പെന്തക്കോസിൽ ചേർന്നിരിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന ഓരോ ഹിന്ദുക്കളും മനസ്സിലാക്കണം, ഇവിടെ ഒരു മതപരിവർത്തനവും നടക്കുന്നില്ല. നിങ്ങളുടെ ഇടയിലുള്ള ചില സൂത്രക്കാർ ക്രിസ്തീയ കൾട്ട് ഗ്രൂപ്പായ പെന്തക്കോസ്റ്റിൽ ചേർന്നാൽ അവരെ ചൂഷണം ചെയ്ത് പണം സമ്പാദിക്കാമെന്ന് കണ്ട് അവർ ക്രിസ്തീയ വേഷം ധരിച്ചിട്ടുണ്ട്. ദേ ഡോണ്ട് ബിലോങ് ടു ക്രിസ്ത്യാനിറ്റി എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒത്തിരി ഹിന്ദുക്കൾ വിചാരിക്കുന്ന അവരുടെ മതം എന്തോ അപകടത്തിലാകുന്നു. ഹിന്ദുക്കളല്ല, ഒരു ഹിന്ദു മതം മാറുന്നില്ല. മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നും ചില സൂത്രക്കാര് ക്രിസ്ത്യാനികളെ മതം പഠിപ്പിക്കാൻ വരുന്നുണ്ട്. ഇത് പൗലുസ്ലിഹ പറഞ്ഞിട്ടുള്ള നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശത്തിന് ഘടകവിരുദ്ധമാണ്. പൗലുസ്ലിഹ വ്യക്തമായിട്ട് പറഞ്ഞു, പുതുശിഷ്യൻ അരുത്. റീസൺ കൺവേർട്സിനെ കൊണ്ട് ഉപദേശിപ്പിക്കരുതെന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ പെന്തക്കോസ്റ്റിൽ റീസൺ കൺവേർട്സ് വന്നു കഴിഞ്ഞാൽ അവനെ അപ്പോഴും എന്ത് ചെയ്യാണ്? പ്രസംഗകനാക്കാണ്. പിന്നെ അവൻ പുസ്തകം എഴുതാണ്. ഇപ്പൊ ഈയിടെ ഒരു രാജേന്ദ്രൻ ഇറങ്ങിയിട്ടുണ്ട്. രാജേന്ദ്രൻ പുസ്തകം എഴുതി. രാജേന്ദ്രൻ ഉത്തരേന്ത്യയിൽ കർത്താവിന് വേണ്ടി അങ്ങ് കഷ്ടപ്പെടും. ആരാ രാജേന്ദ്രനോട് പറഞ്ഞു ഉത്തരേന്ത്യയിൽ പോയി കഷ്ടപ്പെടാൻ? നിങ്ങൾക്ക് കേരളത്തിൽ വല്ല പണി ചെയ്താൽ പോരായിരുന്നു. നമുക്കങ്ങ് തോന്നുകയാണ് നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട പറയുന്നു. അപ്പൊ നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇത് എന്റെ കേവലം ഒരു ആരോപണമല്ല, വ്യക്തമായിട്ട് ഞാൻ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഈ ക്രിസ്ത്യാനികളെ മതം പഠിപ്പിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ മുസ്ലിമിൽ പോയി അവരെ ഒന്ന് മതം പഠിപ്പിക്കാൻ നോക്കി. ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്ന് ഇസ്ലാമിൽ ചേർന്ന ആളാണ് മുഹമ്മദ് ഈസ. ലാസർ യോഹന്നാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇസ്ലാമിൽ ചേർന്നു. അദ്ദേഹം ഇസ്ലാമിൽ ചേർന്നിട്ട് ഇപ്പൊ 30 വർഷമായി. 30 വർഷമായിട്ടും ഇന്നും ഒരു ഇസ്ലാമിക വേദിയിലും പ്രബോധനം നടത്തുവാൻ അദ്ദേഹത്തിനെ അനുവദിച്ചിട്ടില്ല, അദ്ദേഹത്തിന് സാധിക്കത്തുമില്ല. അദ്ദേഹം ഒരു സ്വന്തം ബിസിനസ് ചെയ്ത് ജീവിക്കുകയാണ്. അതാണ് മുസ്ലിങ്ങളുടെ നിലവാരം. കാരണം അദ്ദേഹത്തിനും അത് പരാതിയില്ല. അദ്ദേഹം ഇസ്ലാം മതം വിശ്വസിച്ചു, അതിനെ പുൽകി അതിൽ ചേർന്നു, അവിടുത്തെ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നു. ഈ നിലവാരത്തിൽ ഒരു ഹൈന്ദവൻ പെന്തക്കോസ്റ്റിൽ ചേർന്ന് സ്വന്തമായി ജോലിയോ ബിസിനസ്സോ ചെയ്ത് വിശ്വാസിയായിട്ട് ജീവിക്കുന്ന മാതൃക കാണിക്കാൻ പറ്റുമോ? പെന്തക്കോസ്റ്റിലോട്ടൊരു മുസ്ലിം വന്നാൽ ബാർബർ ഷോപ്പിന്റെ വരാന്തയിൽ കിടന്ന് വേണ്ടാതിനെ മുഴുവൻ കാണിച്ചുകൊണ്ട് നിർത്താൻ പെന്തക്കോസ്റ്റിൽ വന്ന് 1 മാസത്തിനകം അവനെ പെന്തക്കോസ്റ്റിലെ മെയിൻ കൺവെൻഷനിലൊക്കെ പ്രസംഗകനാക്കും. അപ്പൊ അത്ര നിലവാരമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഇസ്ലാമിൽ ചേർന്ന് അങ്ങനെ പറ്റത്തില്ല. കത്തോലിക്ക സഭയിലോട്ടൊരു മുസ്ലിം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക അച്ഛന്മാരെ കന്യാസ്ത്രീകളെ ധ്യാനിപ്പിക്കാനുള്ള ചുമതല അവനെ ഏൽപ്പിക്കുകയാണ്. ഒരു മുസ്ലിമാണ് കത്തോലിക്ക അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്നത്, കന്യാസ്ത്രീയെ ധ്യാനിപ്പിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഇസ്ലാമിൽ ചേർന്ന് നോക്ക്, അവിടെ മതം പ്രബോധിപ്പിക്കാൻ നിന്നെ അനുവദിക്കത്തില്ല. കാരണം അവർക്ക് അച്ചടക്കമുണ്ട്, അവർക്ക് ബോധ്യമുണ്ട് ആരാണ് മതം പ്രസംഗിക്കേണ്ടത്. അപ്പൊ ഈ പുസ്തകം വായിച്ചപ്പോ ബൈബിൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പുതിയ നിയമം വായിക്കാൻ വേണ്ടി ബൈബിൾ മൊത്തം വായിക്കാൻ 72 മണിക്കൂർ മതി, 72 hours. മനസ്സിലായോ? അപ്പൊ ദിവസം ഒരു 4 മണിക്കൂർ വെച്ച് നിങ്ങൾ ബൈബിൾ വായിക്കാമെങ്കിൽ ഒരു 18 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കും. 18 ദിവസം. അതുപോലും ചെയ്യാത്തവര്, ഒരു പ്രാവശ്യം പോലും ബൈബിൾ മുഴുവൻ വായിച്ചു പോലും നോക്കാത്ത ആളുകളാണ് ഉപദേശിമാരായിട്ട് നടക്കുന്നത്. ഇനി നിങ്ങൾ കാണുന്ന ഉപദേശിമാരോട് നിങ്ങൾ ചോദിക്കും മുഴുവൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു പോലും നോക്കാത്ത ആളുകളാണ് പ്രസംഗിക്കാൻ ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഹോമറിൽ നിന്നും ഇലിയഡിൽ നിന്നും അല്ലെങ്കിൽ
ഈ പഴയ പുസ്തകങ്ങളുണ്ട്, ഹോമറിന്റെ ഇലിയഡ്, അല്ലെ ഒഡീസി, അല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങൾ, അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നെല്ലാം ബൈബിളിനെ വ്യത്യസ്തമാക്കുന്നത് അത് രചിക്കപ്പെട്ട കാലം മുതൽ, അല്ലെ പുതിയ നിയമ തിരുവെഴുത്തുകൾ ഉളവായ കാലം മുതൽ ആ തിരുവെഴുത്തുകളെ സംരക്ഷിക്കുന്ന ഒരു വിശ്വാസ സമൂഹം ചരിത്രത്തിലൂടെ അണമുറിയാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ബൈബിളിനെ വ്യത്യസ്തമാക്കുന്നത്. ബൈബിളിന്റെ മൂല്യം, ബൈബിളിന്റെ പ്രസക്തി, ബൈബിളിന്റെ ആധികാരികത ഇതൊക്കെ നൽകുന്നത് ആ സഭയാണ്. സഭയെ കൂടാതെ ബൈബിളിന് യാതൊരു ആധികാരികതയും ഇല്ല. ഇനി നിങ്ങൾ നോക്കുക, യേശു കർത്താവ് പറഞ്ഞ എന്താണ്? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 15-ാം അധ്യായം, അവിടെ പറയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പൊ സഭയാണ് യേശു കർത്താവിന്റെ ശരീരം. അപ്പൊ യേശു കർത്താവിന്റെ ശരീരമാകുന്ന ആ സഭയിൽ വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല. ഇവിടെ നിങ്ങൾ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, മുന്തിരിവള്ളിയിലെ കൊമ്പുകൾ ചർച്ചിന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ വിശേഷണമാണ്. ഒരു ക്രിസ്ത്യാനി ആരാണ്? അവൻ മുന്തിരിവള്ളിയുടെ കൊമ്പുകളാണ്. അതോടൊപ്പം തന്നെ അവൻ നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെട്ട ഒരു കാട്ടൊലിവാണ്. റോമാലേഖനം 11 പറയുകയാണ്. അത് ഇസ്രായേലിന്റെ പാരമ്പര്യമാണ്. അപ്പൊ പഴയ നിയമ ഇസ്രായേലിന്റെ പാരമ്പര്യവും പുതിയ നിയമ സഭയുടെ പാരമ്പര്യവും, മുന്തിരിവള്ളിയിലെ കൊമ്പുകൾ എന്ന നിലയ്ക്ക് പുതിയ നിയമ സഭയുടെ ആദിമ സഭയുടെ പാരമ്പര്യങ്ങളും, ഒലിവ് മരത്തിൽ ഒട്ടിക്കപ്പെട്ട കാട്ടൊലിവ് എന്ന നിലയ്ക്ക് പഴയ നിയമ ഇസ്രായേലിന്റെ പാരമ്പര്യങ്ങളും ഒരുപോലെ സ്വാംശീകരിക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥ ക്രൈസ്തവ രീതി. കൃത്യമായിട്ട് തിരുവെഴുത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പാരമ്പര്യങ്ങളെ നിരാകരിക്കുന്ന, അതിന്റെ ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരെണ്ണം തുടങ്ങാം എന്ന് പറയുന്നത് തിരുവെഴുത്തനുസരിച്ച് തന്നെ അത് മുന്തിരിവള്ളിയുമായിട്ട് ബന്ധമില്ല, നാട്ടൊലിവായിട്ടും ബന്ധമില്ല. മുന്തിരിവള്ളിയുമായിട്ടും ബന്ധമില്ല, നാട്ടൊലിവായിട്ടും ബന്ധമില്ല. 3 സസ്യങ്ങളാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. മുന്തിരിയും ഒലിവും അത്തിയുമാണ്. അത്തി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ആണ്, രാഷ്ട്രീയമായ അവസ്ഥയാണ്. മുന്തിരി സ്പിരിച്വൽ സ്റ്റാറ്റസ് ആണ്. ഒലിവ് റിച്വലിസ്റ്റിക് സ്റ്റാറ്റസ് ആണ്, റിച്വൽസ് ആണ്, സോഷ്യൽ ലൈഫും റിച്വൽസും ആണ്. ഇസ്രായേലിൽ നിന്ന് ഈ സ്പിരിച്വാലിറ്റിയും ഈ റിച്വൽ ട്രഡീഷനും നമുക്ക് പോരുകയാണ്. അവന്റെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസിൽ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ? ഇപ്പൊ പല ആളുകളും പറയുന്നത് അവിടെ ഇസ്രായേലിനെ നോക്കിക്കൊണ്ടിരിക്കുക. അത്തി മാത്രമല്ല, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുമ്പോൾ എന്നാണ് കർത്താവ് പറഞ്ഞത്. പൊളിറ്റിക്കലി നമ്മൾ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ബട്ട് സ്പിരിച്വലി വി ആർ കണക്റ്റഡ്. അപ്പൊ ചില ആളുകൾ സ്പിരിച്വലി ഇൻഡിപെൻഡന്റ് ആകാൻ നോക്കുകയാണ്. വി കാനോട്ട്. ഭരണപരമായി നമ്മൾ സ്വതന്ത്രരാണ്. പക്ഷെ ആത്മീയമായിട്ട് എങ്ങനെയാണ് സ്വതന്ത്രരാകുന്നത്? ആത്മീയമായിട്ട് സ്വതന്ത്രമാകാൻ പറ്റില്ല. കാരണം എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. ചർച്ച്
ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ്. നോ ചർച്ച് ക്യാൻ ബി ഇൻഡിപെൻഡന്റ്. കാരണം ക്രിസ്തുവിന്റെ ശരീരത്തിന് വിഭജിക്കപ്പെടാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ ശരീരത്തെ വിഭജിക്കുവാനും കഴിയുകയില്ല. ചർച്ചസ് ആർ ഇന്റർഡിപെൻഡന്റ്, നോട്ട് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇന്റർഡിപെൻഡൻസി ആണ് അവിടെ. ഈ ഒരു ബോഡിയുടെ പാർട്സ് പോലെയാ പറയുന്നത്. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പെടുത്ത് പുറത്തു കളയുന്ന പോലെ മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയുകയില്ല. അപ്പൊ ക്രിസ്തുവിൽ വസിക്കുക, ആ ക്രിസ്തു എന്ന ആ ശരീരത്തിൽ വസിക്കുക. ക്രിസ്തു എന്ന ആ ശരീരത്തിൽ വസിക്കാതെ പുറത്തിപ്പം ബൈബിൾ വായിച്ച് ഒരു പ്രേരണ ഉണ്ടായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഹൗ റിഡിക്കുലസ് ഇറ്റ്. അല്ല, എത്ര പരിഹാസ്യമാണ്. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാക്കും ഹൗ റിഡിക്കുലസ് ഇറ്റ് ഈസ്. എത്ര പരിഹാസ്യമാണത്. അത് ഹാരി പോട്ടർ വായിച്ചിട്ട് ആവേശം കയറി ഒരു ഹോഗ്വാർട്സ് സ്കൂൾ തുടങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ തുടങ്ങുന്ന പോലെയൊക്കെ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, കർത്താവ് ഉയർത്തി. ഇതൊക്കെ ആര് പറഞ്ഞു? കർത്താവ് നിങ്ങളോട് പറഞ്ഞോ? അപ്പൊ ഒരു പുസ്തകം മേടിച്ചു വായിച്ചു. ആ പുസ്തകം മേടിച്ചു വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ ഒരു കഥാപാത്രം മറ്റു ചില കഥാപാത്രങ്ങളോട് പറഞ്ഞത് തങ്ങളോട് പറയുന്നതാണെന്ന് സ്വയമായിട്ട് അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം ചെയ്തിട്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാം. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ട് ഒരു പുസ്തകത്തിൽ വായിക്കുന്നു. ഈ പുസ്തകം ശരിയാണോ? ഈ പുസ്തകത്തിന് ആധികാരികത ഉണ്ടോ? ഈ പുസ്തകത്തിന് ആധികാരികത ഉണ്ടോ? എന്താണ് അതിന്റെ ആധികാരികതയുടെ മാനദണ്ഡം? ഇതൊന്നും അന്വേഷിക്കില്ല. പുസ്തകം വായിച്ചു. ക്രിസ്ത്യാനികളുടെ പുസ്തകമാണല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വന്ന ചില ആളുകൾ പറയാം, അതെന്നാണല്ലോ സഭ അംഗീകരിച്ചാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിച്ചു. വേണ്ട, നിങ്ങൾ അങ്ങനെ അംഗീകരിക്കണ്ട, നിങ്ങൾ സ്വയമായിട്ട് അംഗീകരിക്കണം. ശമരിയിലുള്ള ജനങ്ങൾ പറഞ്ഞെന്താ? ഞങ്ങൾ ഇനി നിന്റെ വാക്കുകൊണ്ടൊന്നും അല്ല, ഞങ്ങൾ തന്നെ കാണുകയും കേൾക്കുകയും ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു. കാരണം എന്താണെന്നറിയോ? അവൾ അത്ര നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു സ്ത്രീയല്ല. അപ്പൊ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം 5 ഭർത്താക്കന്മാരൊക്കെ ഉള്ള ഒരു സ്ത്രീ ഇവിടെ ഉണ്ടല്ലോ, അവള് പറഞ്ഞ അവളുടെ വാക്കാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറഞ്ഞ ശമരിയാക്കാർക്ക് ഷെയിമാണ്. അതുകൊണ്ട് അവർ തന്നെ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് പറയുകയാണ്, ദേ നിന്നെ ഞങ്ങൾ മാറ്റി, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം ഞങ്ങളുടെ ബോധ്യമാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടു. ഇനിയിപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ തട്ടുകടകൾ നടത്തുന്നവരുടെ വിശ്വാസത്തിന്റെ ആധാരം എന്താണ്? നിങ്ങൾ തന്നെ ബോധ്യപ്പെട്ടോ? സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനമാണ്. അപ്പൊ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ നേരിട്ട് പ്രാപിച്ച് അത് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന പരിശുദ്ധരായ പിതാക്കന്മാർ, അതുകൊണ്ടാണ് മിശിഹായെ ധരിച്ചവർ. നിക്കയായാലും കുസ്തന്തിനോപ്പോലിസിലും എഫേസസിലുമുള്ള പുണ്യപ്പെട്ട 3 പൊതുസുന്നോദോസിൽ പങ്കെടുത്തവർ, പിതാക്കന്മാർ, മൽപ്പാന്മാർ, അവരെ അനുസ്മരിക്കുന്നത്, ആ പാരമ്പര്യത്തിൽ ഊന്നി സഭ നിലനിൽക്കുന്നത്. വേരുകൾ ഉണ്ടായിരിക്കണം ചെടികൾക്ക്. പ്രിയപ്പെട്ടവരെ, വേരുകളില്ലാത്ത ഗ്രൂപ്പിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് അടിയന്തരമായി മാറണം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, എന്നിൽ വസിക്കാത്തവനെ കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം
12-ാമത്തെ അധ്യായം മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 30-ാമത്തെ വാക്യം. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിപ്പോകുന്നു. എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിപ്പോകുന്നു. He who is not with me, he who is not with me is against me, and he who does not gather with me truly is scattering. Truly is scattering. ചിതറിക്കൊണ്ടിരിക്കും. എന്നോട് ഇവിടെ ഹ്യൂസ്റ്റണിലെ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട പല ആളുകളും, ഞാൻ പോയിക്കൊണ്ടിരുന്ന കടയിലെ, അതുപോലെ അടുത്തുള്ള മറ്റ് കടകളിൽപ്പെട്ട ചില ആളുകളും പലരും പറഞ്ഞു നമുക്ക് പുതിയൊരു കട തുടങ്ങാമെന്ന്. എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞങ്ങൾ ഇവിടെ ഒരു കടമുറി കണ്ട് വാക്കു ഉറപ്പിച്ചു, ഒരു പുതിയ കട തുടങ്ങും. വിജയിച്ചേനെ കട, പലചരക്കും പല വ്യഞ്ജനങ്ങളും ഒക്കെ കൊണ്ടുവച്ചാൽ സംഗതി വിറ്റേനെ. പക്ഷെ എനിക്ക് വളരെ അസ്വസ്ഥത തോന്നി. ഞാൻ ഈ വാക്യം എന്റെ മനസ്സിൽ പൊങ്ങി പൊങ്ങി വന്നു. കർത്താവ് പറയാണ്, എന്തുകൊണ്ട് പെന്തക്കോസ്ത് സഭകൾ എന്ന് പറയുന്ന ഈ കടകൾ, കട എന്നുള്ള വാക്കാണ് ശരി, പെന്തക്കോസ്ത് കടകൾ എന്ന് വേണം പറയാൻ. നമ്മൾ ഈ അറിയാതെ ഇവന്മാർ ഈ പറഞ്ഞ് നമ്മുടെ വായിൽ ഈ സഭ എന്ന വാക്ക് ഒരിക്കലും അവരോട് ചേർത്ത് പറയാൻ കൊള്ളുന്ന വാക്കല്ല. സഭ ഒന്നാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഏകവും കാതോലികവും ശ്ലൈഹികവും ആയിരിക്കുന്ന വിശുദ്ധ സഭയിലാണ്. അപ്പൊ സഭ എന്താണ്? സഭ ഏകമാണ്, വിശുദ്ധമാണ്, കാതോലികമാണ്, ശ്ലൈഹികമാണ്, പരിശുദ്ധ സഭയാണ്. അപ്പൊ ഇവത് കടയാണ്, പെന്തക്കോസ്ത് കടയാണ്. അപ്പൊ പുതിയൊരു കട തുടങ്ങണമോ? ഈ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ വളരെ വേദനാജനകമായി നമുക്ക് അനുഭവപ്പെടുന്ന വാക്യമാണ്, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറപ്പെടുന്നു. നിങ്ങൾ ഈ പെന്തക്കോസ്ത് കടകളെ നോക്കുക, അതിങ്ങനെ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുമിച്ച് വസിക്കാൻ കഴിയുന്നില്ല. എന്താണ്? സഹവസിക്കാൻ കഴിയുന്നില്ല. ഒരുമിച്ച് കൂടി വസിക്കാൻ കഴിയുന്നില്ല. ഇന്നലത്തെ ചർച്ചയിൽ ഡോക്ടർ പ്രദീപ് ബാംഗ്ലൂർ, അദ്ദേഹം 30 വർഷത്തോളം പെന്തക്കോസ്തിലായിരുന്നു, 12 വർഷത്തോളം ഒരു സഭയുടെ പാസ്റ്ററായിരുന്നു. അദ്ദേഹം ഒരു മെഡിക്കൽ പ്രാക്ടീസിങ് ഡോക്ടർ കൂടിയാണ്. അദ്ദേഹം നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിലൂടെ ഈ ഓർത്തഡോക്സ് സഭയിലേക്ക് മടങ്ങിപ്പോയി. ബാംഗ്ലൂർ അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ പള്ളിയുടെ അടുത്ത്, ഓർത്തഡോക്സ് പള്ളിയുടെ അടുത്ത് ഒരു കത്തോലിക്ക പള്ളി വന്നു. ഇവരുടെ പള്ളിയേക്കാൾ വലിപ്പവും ഭംഗിയുമുള്ള ഒരു പള്ളി. ആ പള്ളി വന്നപ്പം ഏറ്റവും ആദ്യം ആ പുതുതായിട്ട് വന്ന കത്തോലിക്ക പള്ളിയുടെ ചിത്രം ഷെയർ ചെയ്തത് ഇവരുടെ വികാരി അച്ഛനാണ്. സന്തോഷത്തോടെ, ഇത് നമ്മുടെ ഇവിടെ ഒരു കത്തോലിക്ക ദേവാലയം നമ്മുടെ പള്ളിയുടെ അടുത്ത് വന്നിരിക്കും. ദേ ആർ വെരി ഹാപ്പി. അതിൽ അസ്വസ്ഥതയില്ല, മത്സരമില്ല, വിഭാഗീയതയില്ല, സഹവസിക്കാൻ കഴിയണം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. സഹവസിക്കാൻ കഴിയുന്നില്ല. ചിതറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ചിതറുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ചിതറുന്നു? ഞങ്ങളുടെ നാട്ടില് ഒരു യാക്കോബായ പള്ളി 1200 വർഷമായിട്ട് അവിടെ ഒരു പള്ളിയുള്ളൂ. രണ്ടാമതൊന്നുകൂടി ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ദേശത്ത് പെന്തക്കോസ്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് 30 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 45 പെന്തക്കോസ്ത് പള്ളിയുണ്ട്. വളർച്ചയാണെന്നാ പറയുന്നത്. ഭയങ്കര വളർച്ചയാണ്. വളർച്ച എന്താണ്? ചിതറുന്നതാണ്, ചിതറിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് കർത്താവിന്റെ വചനമാണ്. കർത്താവ് പറഞ്ഞതാണ്. നോക്ക്, കർത്താവ് അരുളി ചെയ്താണ്, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറപ്പെടുന്നു. അപ്പൊ എന്നോടുകൂടെ ചേർക്കാൻ സ്കാറ്റർ ചെയ്യുന്നു, ചിതറിപ്പോകുന്നു. എത്ര ഗ്രൂപ്പുകളാണ്, എത്ര വിഭാഗങ്ങളാണ്, പിന്നെയും ഉപവിഭാഗങ്ങളാണ്. വീണ്ടും അതിനകത്ത് വിഭജിക്കപ്പെടുവാൻ, ചിതറപ്പെടുവാനുള്ള പ്രവണത അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല. ഇത് വളരെ കൃത്യം. അതുകൊണ്ടാണ് കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല. അപ്പൊ മുന്തിരിവള്ളിയിൽ വസിക്കുക, മുന്തിരിവള്ളിയിൽ വസിക്കുക, നാട്ടൊലിവിൽ വസിക്കുക. ഏകവും അപ്പോസ്തോലികവും കാതോലികവും വിശുദ്ധവുമായ സഭയിൽ വസിക്കുക, ആ സഭയുടെ കൂട്ടായ്മയിൽ നിലനിൽക്കുക. അപ്പോസ്തോലിക കൂട്ടായ്മയിൽ ക്രിസ്തുവിന്റെ ശിഷ്യരായിട്ട്, ക്രിസ്ത്യാനികളായിട്ട്, ആ ഫെല്ലോഷിപ്പിൽ, ആ ബോഡിയിൽ അംഗമായിരിക്കുക. അതിന് വിരുദ്ധമായി ചിന്തിക്കുന്നത്, സ്വന്തം ശരീരത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്നത്, അതിനെതിരായി പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെയാണ് വ്യക്തമായി മത്തായി ശ്ലീഹയുടെ സുവിശേഷം 12-ാം അധ്യായം, യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 15-ാം അധ്യായം, പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം, ഈ 3 സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഇത് പറയുകയാണ്. ഇത് ചേർന്ന് നിൽക്കുന്നവർ. അപ്പൊ ഈ സാക്ഷ്യം ചരിത്രത്തിലൂടെ ഈ സാക്ഷ്യം നൽകുന്ന സഭ ഹിസ്റ്റോറിക്കൽ ചർച്ചായി, അപ്പോസ്തോലിക് ചർച്ചായി ഈ 20 നൂറ്റാണ്ടുകളിൽ നിലനിന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുന്നത് കൊണ്ടാണ് ബൈബിളിന് പ്രസക്തിയുള്ളത്. അല്ലാതെ നിങ്ങൾ പ്രസംഗിക്കുന്നത് കൊണ്ടല്ല ഇതിന് പ്രസക്തിയുള്ളത്. പക്ഷെ നിങ്ങൾ പ്രസംഗിക്കുന്നത് ഈ ബൈബിളിന് എതിരാണ്. നിങ്ങൾക്കെതിരായി ഈ ബൈബിൾ സംസാരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ എടുത്തു കാണിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും അപ്പോസ്തോലിക സഭയുടെ മുൻ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചതിക്കണികളിലും കുഴികളിലും പെട്ടുകിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സഭയുടെ അംഗമല്ലാതാകുന്നില്ല. കാരണം നിങ്ങൾക്ക് അല്ലാതാകാൻ കഴിയുകയില്ല. പന്നിക്കുഴിയിൽ കിടന്നാലും, വാളവരയ്ക്ക് കൊതിച്ചാലും, നഗ്നനായി തീർന്നാലും, ദേഹത്തു ചെളി പുരണ്ടാലും, കണ്ടാൽ തിരിച്ചറിയാത്ത വിധത്തിൽ വിരൂപനായി തീർന്നാലും നീ അപ്പന്റെ മകൻ അല്ലാതെ ആകുന്നില്ല. അപ്പൻ നിന്നെ കാണുമ്പോൾ നീ കുളിച്ചിട്ട് വാ, നല്ല വേഷം ധരിച്ചിട്ട് വാ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ ആലിംഗനം ചെയ്യുന്ന പിതാവിന്റെ സ്നേഹത്തെയാണ് യേശു കർത്താവ് വരച്ചു കാണിച്ചത്. അതുകൊണ്ട് അവിടെയായി നഷ്ടപ്പെട്ടു കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന അപ്പോസ്തോലിക സഭയിലെ അംഗങ്ങൾ അതാത് മാതൃ ഇടവകകളിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രബോധനം. കാരണം കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ആ മുന്തിരിവള്ളിയിലേക്ക് മടങ്ങുക. ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയിലേക്ക് മടങ്ങുക, താന്താന്റെ തൊഴുത്തിലേക്ക് മടങ്ങുക. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ഉദാത്തമായിരിക്കുന്ന ഈ സുവിശേഷം, ദിസ് ഇസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുവാൻ നിങ്ങൾക്ക് അസുലഭമായ അവസരമാണ്. അനേകരുടെ ജീവിതത്തിൽ വലിയ തെറ്റിദ്ധാരണകളുണ്ടായി അവര് വിശ്വസിക്കുന്ന അത്തരം അബദ്ധങ്ങളാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വലിയ വീഡിയോ ഇങ്ങനെ പ്രചാരത്തിൽ വന്നു. എന്താ വീഡിയോ? റാന്നിയിലെ ഒരു TPM-ലെ പ്രായമുള്ള ഒരു സഹോദരൻ മരിച്ചു. മഞ്ഞപ്പിത്തമോ മറ്റനുബന്ധ അസുഖങ്ങളാണ്. അവിടുത്തെ പാസ്റ്ററാണ്, പക്ഷെ ചികിത്സ കൊടുക്കത്തില്ല. ചികിത്സ കൊടുക്കാൻ ഉറപ്പുള്ളപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി മരിച്ചു പോകും, വേറെ നിവൃത്തിയില്ല. അപ്പൊ അദ്ദേഹം അടുത്തു നിന്ന ഒരു സഹപാസ്റ്ററോട് പറഞ്ഞു, എന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക്. കാരണം ചികിത്സിക്കുന്നില്ല. അപ്പൊ ആ പാസ്റ്റർക്ക് പേടിയായിപ്പോയി. അപ്പൊ ഈ മരിക്കാൻ കിടക്കുന്ന പാസ്റ്റർ തന്നെ ആത്മാവിനെ, ദൈവമേ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നെല്ലാം പ്രാർത്ഥിച്ചു. പാവപ്പെട്ടവർ. കാരണം ഒരു കൾട്ടിന്റെ ഇരയാകുകയാണ്. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. അപ്പൊ വലിയ ഇതായി വിശുദ്ധനായ മനുഷ്യൻ സ്വന്തം ആത്മാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് മരിച്ചു.
അപ്പൊ റാന്നിയിലെ മറ്റൊരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസ് എന്നാണ്, പ്രിൻസ് റാന്നി. അദ്ദേഹം വളരെ നല്ലൊരു പാസ്റ്ററാണ്, എൻ്റെ ഒരു നല്ല സ്നേഹിതനാണ്, ഇറ്റ്സ് എ വെരി ഗുഡ് പേഴ്സൺ. അപ്പൊ അദ്ദേഹം ഈ ശവസംസ്കാരത്തിൽ പോയി പ്രസംഗിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എനിക്ക് 4-5 പേർ അയച്ചു തന്നു. അപ്പൊ അദ്ദേഹം പറയൂ, ഇത്ര അത്ഭുതവാനായ ഒരു മനുഷ്യൻ ഈ റാന്നിയിൽ ഉണ്ടായല്ലോ, എന്താ അർത്ഥം? അപ്പൊ പാസ്റ്റർ പ്രിൻസ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പാസ്റ്റർ പറയാണ്, ഇത് വളരെ നല്ലൊരു മാതൃകയാണ്, രോഗമെന്നാൽ ചികിത്സിക്കരുത്, അതാണോ അർത്ഥമാക്കി? രോഗമെന്നാൽ ഹോസ്പിറ്റലിൽ പോകരുത്, അതാണോ അർത്ഥമാക്കി? അങ്ങനെയാണ് നിങ്ങൾ അത് അനുകരിക്കുമോ? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ആ മനുഷ്യന് രോഗമെന്ന് അയാൾ മരിച്ചില്ല, അയാളങ്ങ് സൗഖ്യമായിരുന്നെങ്കിലോ? അപ്പൊ പറഞ്ഞേനെ, ഇത്രയും മാരക രോഗത്തിൽ നിന്ന് ദൈവം തന്റെ ദാസനെ വിടുവിച്ചു, ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നു. അപ്പൊ എങ്ങനെ വീണാലും 4 കാലം എന്നുള്ള ഒരു പൂച്ചയുടെ നയമാണ്, ഒരു മാർജാര നയമാണ്. ദൈവം ഭയങ്കരമായിട്ട് പെന്തക്കോസുകാരുടെ നിൽക്കുകയാണ്. അവര് എന്നിട്ട് അത് അവതരിപ്പിക്കുകയാണ്. ചികിത്സ നിഷേധിച്ച് ഒരാളെ കൊല്ലാക്കൊല ചെയ്ത് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴും മരിച്ച ആ മൃതദേഹത്തിന്റെ അടുത്ത് നിന്നും ഗീർവാണം പറയുകയാണ്, ഓ ഇതാ ദൈവം അത്ഭുതം ചെയ്തു. ഇത്തരത്തിലാണ് നിങ്ങൾ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം വഞ്ചനയാണ്. ഇത് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റി അല്ല. ക്രിസ്തുവിന്റെ യഥാർത്ഥ സഭയുമായി ഇവർക്ക് ബന്ധമില്ല. മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ഫലം കായ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് നല്ല മുന്തിരിവള്ളിയായി തീരുക. മുന്തിരിവള്ളി കൊമ്പിൽ വസിക്കട്ടെ, ആ കൊമ്പുകൾ ഫലം കായ്ക്കും. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ, താഴ്ചകളേറ്റം ധന്യം നാഥ. പീഠാസമയം പെസഹയൊരു കാൽ, ശിഷ്യരിരുവരെ നാഥൻ വീട്ടു. വന്നാനവിടെ ശുശ്രൂഷിച്ചാൻ മുൻസൂചിതമാം മെസറേൻ കർമ്മം. തൻ പേസഹായാൽ പൂർണ്ണമതാക്കി ക്രൂശിൽ തൂക്കാൻ ഉത്സാഹികളിൽ രോഷം പൂണ്ട എരിതി വീഴ്ത്തി. ധിക്കാരികളെ യൂതന്മാരെ ചുട്ടിടായ്വാൻ മഹതാം ശക്തി വാനോഖത്തെ രോദിച്ചോടനെ. മൊതുദോയിനതലേൽ ആ മൊതുദോനുക് ലദീനോ ആവാൻ മൊർലോത്തേവോൾ. നിൻ വീതി ചെയ്തോ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശാ. ഞങ്ങളുടെ ഇവിടെ ചുറ്റുപാടുകളുള്ള ക്രൈസ്തവരുടെ നോമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏപ്രിൽ 30-നാണ് അവരുടെ കലണ്ടറിൽ ദുഃഖവെള്ളിയാഴ്ച വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കും, ഈസ്റ്റർ കഴിഞ്ഞ് നമ്മൾ കിന്തിയാരുടെ പൊക്കോണ്ടിരിക്കും, ഈ പാട്ട് എന്തിനാ വെച്ചത്? ഞാനതുകൊണ്ട് വെച്ചതേ ഉള്ളൂ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ഫലം കായ്പാൻ കഴിയുകയില്ല. അപ്പൊ നിങ്ങളുടെ ബന്ധുക്കളിലെ, മിത്രങ്ങളിലെ, പരിചിതരിലെ ഒക്കെയുള്ള പെന്തക്കോസ്തൽ കൾട്ടുകളിൽ പെട്ടുകിടക്കുന്ന അപ്പോസ്തോലിക സഭകളിലെ മുൻ അംഗങ്ങളായിരുന്നവരെ നിങ്ങൾ പ്രബോധിപ്പിക്കുക, സ്നേഹപൂർവം ബുദ്ധി ഉപദേശിക്കുക. അവരോട് പറയുക, റിട്ടേൺ ആൻഡ് ബി ക്വയറ്റ്, മടങ്ങി വരിക,
സ്വസ്ഥത അനുഭവിക്കുക. മേ ഗോഡ് ബ്ലസ് യു.